ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലർ ഉടനെ പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ലിവറിന്റെ മരുന്നുകൾ, ടോണിക്കുകൾ, അതല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ട് ചില പൊടിക്കൈകളൊക്കെ ചെയ്യാൻ നിൽക്കും. എന്നാൽ ശാസ്ത്രം അനുസരിച്ച് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ലക്ഷ്യം വെക്കേണ്ട, ടാർഗറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് മരുന്നല്ല കേട്ടോ. അതെന്താണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന കാലറിയും മധുരവും ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കരളിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. നമ്മൾ ശരീരഭാരം കുറക്കുമ്പോൾ ശരീരം ആദ്യം ഉപയോഗിക്കുന്നത് ഇതുപോലെ കരളിലും വയറ്റിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ വിസറൽ ഫാറ്റിനെയാണ്. എന്ന് വെച്ചാൽ കരളിലുള്ള കൊഴുപ്പ് നേരിട്ട് കുറയ്ക്കാനുള്ള ഏക മാർഗം മൊത്തം ശരീരത്തിലെ അമിതഭാരം കുറക്കുക എന്നുള്ളതാണ്. പഠനങ്ങൾ കാണിക്കുന്നത് ഒരാൾ അയാളുടെ ആകെയുള്ള ശരീരത്തിന്റെ തൂക്കത്തിൽ നിന്ന് വെറും 3 മുതൽ 5% വരെ ഭാരം കുറച്ചാൽ തന്നെ കരളിലെ കൊഴുപ്പിന്റെ അളവ് ഗണ്യമായിട്ട് കുറയാൻ തുടങ്ങും. ഇനി ശരീരഭാരം 7 മുതൽ 10% വരെ കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫാറ്റി ലിവർ കാരണം ഉണ്ടാവുന്ന കരളിലെ വീക്കവും നീർക്കെട്ടും കോശങ്ങളിലെ കേടുപാടുകളും പൂർണ്ണമായി മാറി ലിവറിനെ പഴയ ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, പ്രത്യേകിച്ച് ഫാറ്റി ലിവറിന്റെ തുടക്ക സ്റ്റേജുകളാണെങ്കിൽ. അതുകൊണ്ട് ഫാറ്റി ലിവർ കുറക്കാനുള്ള ഒന്നാമത്തെ ലക്ഷ്യം, ടാർഗറ്റ് എന്ന് പറയുന്നത് ശരീരഭാരം 7% കുറയ്ക്കുക എന്നുള്ളതാണ്. ഇനി ഈ ടാർഗറ്റ് നമ്മൾ കൃത്യസമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ കരളിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് അവിടെ സ്ഥിരമായിട്ടുള്ള നീർക്കെട്ടുണ്ടാവുന്ന സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് സംഭവിക്കും. ഇത് കാലക്രമേണ കരളിലെ കോശങ്ങൾ നശിച്ച് അവിടെ ഒരു തഴമ്പ് വരും. പിന്നീട് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ലിവർ സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് വരെ നിങ്ങളെ നിശബ്ദമായി എത്തിച്ചേക്കാം. ഇനി ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ശരീരഭാരം 7% നിർബന്ധമായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ തൂക്കം ഒരു 80 കിലോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത 3 മുതൽ 6 മാസം കൊണ്ട് നിങ്ങളുടെ തൂക്കം ഒരു 5.5 കിലോ കുറക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകും. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദിവസവും കഴിക്കുന്ന ചോറിന്റെ അളവ് ഇതിനായിട്ട് പകുതിയായിട്ട് കുറയ്ക്കുക. പകരം ധാരാളം പയർവർഗ്ഗങ്ങൾ, ചെറുപയർ, മുട്ടയുടെ വെള്ള, മീന്, പച്ചക്കറി, സാലഡുകൾ ഇതൊക്കെ ഉൾപ്പെടുത്തുക. മൂന്നാമത്തത് ദിവസം 30 മിനിറ്റ് വീതം ആഴ്ചയിൽ 5 ദിവസത്തോളം വേഗത്തിൽ നടക്കുക, അതല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക. ഇതെല്ലാം ലിവറിലെ കൊഴുപ്പ് വേഗത്തിൽ ഉരുകി പോകാൻ സഹായിക്കും. നാലാമത്തത് പൊറോട്ട, വെള്ളയപ്പം, ബേക്കറി പലഹാരങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും മൈദയും തീരെ വേണ്ട. ഇതൊക്കെ കരളിൽ നേരിട്ട് കൊഴുപ്പായിട്ട് മാറുന്നതാണ്. അഞ്ചാമത്തത് കുപ്പികളിൽ വരുന്ന സോഫ്റ്റ് ഡ്രിങ്കുകൾ, അതുപോലെ പാക്കറ്റ് ജ്യൂസുകൾ, അമിതമായിട്ട് പഞ്ചസാരയിട്ട ചായ ഇതെല്ലാം ഒഴിവാക്കുക. ഇതുപോലുള്ള പാനീയങ്ങളിലുള്ള ഫ്രക്ടോസ് കരളിലെ ഫാറ്റി ലിവർ പ്രോസസ്സിനെ 10 ഇരട്ടി വേഗത്തിലാക്കും. ആറാമത്തത് പട്ടിണി കടന്നിട്ടുള്ള ക്രാഷ് ഡയറ്റുകൾ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് 5 കിലോ ഒക്കെ കുത്തനെ കുറക്കുന്ന ചില ക്രാഷ് ഡയറ്റുകളുണ്ട്. പെട്ടെന്ന് ഇതുപോലെ ശരീരഭാരം കുറക്കുമ്പോൾ കരളിലേക്ക് കൊഴുപ്പിന്റെ വരവ് കൂടുകയാണ് ചെയ്യുക. ഇത് ഫാറ്റി ലിവർ കൂടുതൽ വഷളാക്കും. അതുകൊണ്ട് നമ്മൾ തൂക്കം കുറയ്ക്കാനായിട്ട് 3 മുതൽ 6 മാസം വരെയുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ട് മാത്രം ശരീരഭാരം കുറയ്ക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 7% തൂക്കം കുറക്കുക എന്നുള്ള ലക്ഷ്യം ഇന്നു മുതൽ തന്നെ ആരംഭിക്കുക.